ആഗോള അയ്യപ്പ സംഗമം എം വി ഗോവിന്ദൻ മാഷ് പറയുന്ന പോലെ ലോകപ്രശസ്ത വിജയമാണോ എന്നാണ് ചോദ്യം. അതൊരു ലോകപ്രശസ്ത വിജയമൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആകെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 182 അയ്യപ്പ ഭക്തന്മാരാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ആഗോള അയ്യപ്പ സംഗമം വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ തന്നെ അതിനെ സമീപിക്കേണ്ടതുണ്ട്. അതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു, അതൊരു പരോക്ഷമായ ലക്ഷ്യമാണ്. എന്നാൽ അതേസമയം തന്നെ അതിന് പ്രത്യക്ഷത്തിലുള്ള ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. ഇത് രണ്ടിൻ്റെയും ഫലം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. രാഷ്ട്രീയ ലക്ഷ്യം ഭാഗികമായി ഇടതുപക്ഷം നേടിയെന്നാണ് CPM ഇപ്പോൾ കരുതുന്നത്. അതിന് കരുതാൻ ചില കാരണങ്ങളുണ്ട് താനും. അതാദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്ന്, നമ്പറിൻ്റെ കാര്യത്തിലാണ്. നമ്പറിൻ്റെ കാര്യത്തിലെ ചർച്ച യഥാർത്ഥത്തിൽ CPMന് ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർ പ്രതീക്ഷിച്ചതുപോലെ വലിയ രീതിയിലുള്ള ബോയ്ക്കോട്ടൊന്നും ഉണ്ടായില്ല. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ അവസാന നിമിഷം ഒരു സസ്പെൻസ് ആയിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് കോൺഗ്രസും UDFും എടുത്ത നിലപാട്, UDF എന്ന് പറയാൻ പറ്റില്ല, കാര്യം മുസ്ലിം ലീഗ് അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പറഞ്ഞ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് എതിർക്കുന്നത് എന്നതാണ് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത്. UDFിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു ബൈറ്റിൽ പറഞ്ഞത്. എന്നാൽ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നുന്നില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പറയുന്നത് കപടഭക്തി മൂലം ആണ് ഇതൊക്കെ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ നിലപാടെന്താ? ബഹിഷ്കരിച്ചിട്ടുണ്ടോ കോൺഗ്രസ് ആഗോള അയ്യപ്പ സംഗമം? ബഹിഷ്കരിച്ചിട്ടില്ല. VD സതീശൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നില്ല. അപ്പോൾ പിന്നെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? പങ്കെടുക്കാനും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിലുള്ള നിലപാടെന്താണ്? അവർ വിട്ടുനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു നിലപാട് പറയാൻ കോൺഗ്രസ് അശക്തമായത് എന്തുകൊണ്ടായിരിക്കും? അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഇതിനകത്ത് ആചാര ലംഘനം ഒന്നും തന്നെ ഇല്ല. മറ്റേതെങ്കിലും തരത്തിൽ ശബരിമലയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യവുമില്ല. നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചതുപോലെ നുണപ്രചരണങ്ങൾ ഒന്നൊന്നതായിട്ട് തുറന്നു കാണിക്കപ്പെട്ടു. അപ്പോൾ ഇനി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പോൾ കർണാടകയിലെ PCCയുടെ വൈസ് പ്രസിഡന്റ് ഒരു ബിനു ദിവാകരൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് ഈ ദേവസ്വം മന്ത്രി പറയുന്നത്. അപ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആളുകൾ, അവിടെ ഈ വന്നുകൂടിയിരിക്കുന്ന 4126 പേരും ഇടതുപക്ഷത്തു നിന്ന് വന്ന പ്രവർത്തകരൊന്നുമല്ല. അവിടെ കൂടിയിരിക്കുന്നവരിൽ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരും വ്യത്യസ്ത പാർട്ടികളിൽ വിശ്വസിക്കുന്നവരും ഒക്കെ വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന 1500-ലധികം ഭക്തരുണ്ട്. തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്ടുകാരായിട്ടുള്ള ഭക്തരുണ്ട്. അവർ CPMകാരായിട്ടാണോ? അല്ല. അപ്പോൾ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഭക്തന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അതിനെ ബഹിഷ്കരിക്കാനുള്ള ഒരു ശക്തി കോൺഗ്രസിനില്ല. അതുകൊണ്ടാണ് അവർ ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാൽ സഹകരിക്കുന്നോ എന്ന് ചോദിക്കുന്നത്, സഹകരിച്ചാൽ അത് ക്ഷീണമാവുമല്ലോ. കാരണം അത് ഏതെങ്കിലും തരത്തിൽ വിജയകരമായി മാറിയാൽ അത് സർക്കാരിൻ്റെ ഒരു വലിയ പ്രോജക്റ്റായിട്ട് വരികയും ചെയ്യും. ഇനി അതുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം ഈ വിഷയത്തിൽ സർക്കാർ ഭാഗികമായി നേടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിൽ നിലപാടില്ലായ്മ, പങ്കെടുക്കണോ വേണ്ടോ എന്ന കാര്യത്തിലുള്ള ഒരു നിലപാടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പങ്കെടുക്കുന്നില്ല, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗിനാവട്ടെ ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. നല്ല കാര്യങ്ങളല്ലേ, അത് നടക്കട്ടെ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. പിന്നെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ വിശദീകരണം ഇന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ അടക്കമുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഹൗസ് ഫുൾ എന്ന് പറയാവുന്ന രീതിയിൽ തത്വമസി എന്ന മുഖ്യവേദി നിറഞ്ഞു തന്നെ നിന്നു. ആദ്യത്തെ 30 മിനിറ്റ് നേരം, അതായത് 10:45 മുതൽ 11:15 വരെയുള്ള വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന തത്വമസിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് റഹീസ് റഷീദ് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 48 മിനിറ്റിൽ അവസാനത്തെ ഒരു 12 മിനിറ്റ് നേരം ഈ ചില കസേരകളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോയി. അതിന് ദേവസ്വം മന്ത്രി പറയുന്നത് മറ്റ് സെഷനുകളിലേക്ക്, ഹിൽ ടോപ്പിലുള്ള അല്ലെങ്കിൽ മറ്റ് 2 പ്രധാനപ്പെട്ട വേദികളിലേക്ക് ആത്മീയ ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും തിരക്ക് മാനേജ്മെന്റ് ചെയ്യുന്നതിനുള്ള ചർച്ചയിലും പോയി എന്നാണ് ദേവസ്വം മന്ത്രിയുടെ വിശദീകരണം. നിലവിൽ നമുക്കത് വിശ്വസിക്കുകയേ നിർവാഹമുള്ളൂ. കാരണം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, രാവിലെ ഞാനുമായി മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ പങ്കെടുത്തിരിക്കുന്ന 4126 പേരുടെയും മുഴുവൻ ഡീറ്റെയിൽസും അവരുടെ മേൽവിലാസം സഹിതം കൃത്യമായി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതെ തരമില്ല. ഇവരെല്ലാവരും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവരല്ലെന്ന് പ്രതിപക്ഷം അതല്ലെങ്കിൽ മറ്റൊരു തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് നിലവിൽ ആ കസേരകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അത് സൂചിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു പൊതുവേദിയിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സെഷനുകളിലേക്ക് ആളുകൾ പോകുന്നതാണ് രീതി. ഇനി ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറയാൻ മറ്റ് 3 ഭാഗികമായി രാഷ്ട്രീയ വിജയം നേടിയിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം 3 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്,
ഇത് യഥാർത്ഥത്തിൽ BJP ആദ്യമേ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് സംഘപരിവാർ നാളെ ബദൽ സംഘം സംഘടിപ്പിക്കാൻ പോകുന്നത്. ആ ബദൽ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും എനിക്ക് വ്യക്തമാവുന്നില്ല. ആ ബദൽ സംഗമം സംഘടിപ്പിച്ച മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഇന്നലെ ഡൽഹിയിൽ ഒരു ബദൽ സംഗമം സംഘടിപ്പിച്ചു. നല്ല സംഗമമായിരുന്നു. ആ സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ ആശയം എന്താണെന്ന് അറിയാമോ? ഇതിനൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. അതാരാ പ്രഖ്യാപിക്കേണ്ടത്? അത് കേന്ദ്രമാണ് പ്രഖ്യാപിക്കേണ്ടത്, BJP ആണ് പ്രഖ്യാപിക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത ആൾക്കാരുടെ അതേ വികാരം തന്നെയാണ് ഇന്നലെ ഡൽഹിയിലും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാളെയും ഇതിനും അപ്പുറത്തേക്ക് വലിയ കോൺട്രിബ്യൂഷനൊന്നും നാളത്തെ ബദൽ സംഗമത്തിനും നിർവഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ BJP ബഹിഷ്കരിച്ച ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ BJPയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് തന്നെ ഒന്ന് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടുപോയത് സംസ്ഥാനത്തെ BJP അധ്യക്ഷനാണ്. ഇന്നിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റിൽ പറയുന്നത് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നു എന്ന് BJP സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ VN വാസവൻ ദേവസ്വം മന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ഈ മെസ്സേജ് വായിച്ചതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗികമായ രാഷ്ട്രീയ വിജയം എന്ന് പറയാനുള്ള കാരണം വിശ്വാസികൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക സംഗമമായിരുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഭാഗികമായ അതിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ്. മാസ്റ്റർ പ്ലാൻ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് വിജയിപ്പിക്കണമെങ്കിൽ പൊതുവായിട്ട് ജനങ്ങളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തൊരു രീതി നമ്മുടെ നാട്ടിലില്ല. കാരണം ഏതു പദ്ധതിയുടെയും മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഗ്രൂപ്പാണ് തയ്യാറാക്കുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും എക്സ്പേർട്ടുകളാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു. ഇന്ത്യയിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഭക്തജനങ്ങളെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതേപോലെ ഒരു വികസന പദ്ധതി നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? 2019 ശേഷം സംഭവിച്ച 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് നവോത്ഥാനം വളരെ വേഗത്തിൽ നടപ്പിലാക്കാമെന്ന ഒരു തെറ്റിദ്ധാരണയോടുകൂടി ആ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനായിട്ട് ഇടത് സർക്കാർ ഇറങ്ങിത്തിരിച്ചു. അവിടെ സംഭവിച്ചിരിക്കുന്ന അപാകത എന്താ? നവോത്ഥാനം ഒന്നും നമ്മുടെ നാട്ടിൽ നടപ്പാവില്ല എന്ന് പറയാനാണ് പ്രതിപക്ഷവും സംഘപരിവാറും ഒക്കെ അന്ന് ശ്രമിച്ചത്. ഇതൊന്നുമല്ല നവോത്ഥാനം നടപ്പിലാക്കാൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ റെഡി ടു വെയിറ്റ് ക്യാമ്പയിനിലൂടെ അന്ന് കേരളം കേട്ടത്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല എന്നുള്ളത് ഏറെക്കുറെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു. അത് പിന്നീട് പാർട്ടിയും തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അന്ന് പാർട്ടി അനുഭാവികളായ വിശ്വാസികൾക്ക് ഏറ്റ ഒരു മുറിവുണ്ട്. ആ മുറിവ് കൂടി ഉണങ്ങാൻ ഈ സംഗമം സഹായിക്കും എന്നുകൂടി കരുതിയാണ് ആ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ തന്നെ 3-ാമത്തെ ദിവസമാണ്, 4-ാമത്തെ തവണയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ അതൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഭാഗികമായ വിജയമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് പ്രതിപക്ഷം വിട്ടുനിൽക്കുമ്പോഴും NSSനെ കൂടെ കൂട്ടാൻ കഴിഞ്ഞതാണ്. SNDPയും വെള്ളാപ്പള്ളി നടേശനെയും കൂടെ കൂട്ടുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ NSS നാമജപ ഘോഷയാത്രയടക്കം ഗണപതി മിത്താണ് എന്നുള്ള സ്പീക്കറുടെ വിവാദത്തിലടക്കം വളരെ കർശന നിലപാട് സ്വീകരിച്ചിരുന്ന NSS ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമുണ്ടാവുന്ന സമയത്ത് നാമജപ ഘോഷയാത്രയുമായി തിരുവിലിറങ്ങിയിരുന്ന NSSൻ്റെ പ്രതിനിധി കൂടിയ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. 28 സമുദായ സംഘടനകളാണ്, ഹിന്ദു സമുദായ സംഘടനകളാണ് ഈ പരിപാടിയിൽ ഒരൊറ്റ വേദിയിൽ പങ്കെടുത്തത് എന്നുള്ളത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ 3 കാര്യങ്ങളായിട്ട് അതിൻ്റെ രാഷ്ട്രീയ വിജയത്തെ നമുക്ക് സംഗ്രഹിക്കാം. പക്ഷേ ഞാൻ അതിലും പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം തുറന്നിട്ടിരിക്കുന്ന സാധ്യതകളെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ മലയാള മനോരമയുടേതും മാധ്യമത്തിൻ്റെതും അടക്കമുള്ള പത്രങ്ങളിലൂടെ, അതായത് സർക്കാരിനെ അങ്ങനെ പ്രത്യക്ഷത്തിൽ അനുകൂലിക്കാത്ത പത്രങ്ങൾ പോലും പറയുന്നത് ഒരു പടി കയറണം എന്നാണ്. അതായത് ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയവഴി തുറന്നു എന്നാണ് പത്രങ്ങൾ പോലും എഴുതുന്നത്. മലയാള മനോരമ പോലും അങ്ങനെയാണ് എഴുതുന്നത്. ആശയവഴി തുറന്നിരിക്കുന്നു, വികസനത്തിലേക്കുള്ള ഒരു ആശയവഴി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ്? മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളല്ലേ വന്നിരിക്കുന്നത്. എനിക്ക് പ്രതിപക്ഷത്തോടും സംഘപരിവാർ സഹോദരങ്ങളോടുമുള്ള ചോദ്യം, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുമ്പോൾ ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളതിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ എല്ലാം വായിക്കുന്നില്ലെങ്കിൽ പോലും ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു. ഈ എണ്ണമെടുക്കുന്ന തിരക്കിൽ കേരളം ചർച്ച ചെയ്യാതെ പോയ വിഷയങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മാസ്റ്റർ പ്ലാനിൻ്റെയും ആത്മീയ ടൂറിസത്തിൻ്റെയും ക്ലൗഡ് മാനേജ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ടുണ്ടായ ചർച്ചയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അതിൽ നോക്കൂ, ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ പ്രധാനപ്പെട്ട ചില നിർമ്മാണങ്ങൾ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളായിരുന്നു. അത് പൊളിച്ചു പണിത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. തന്ത്രിയുടെ താമസ സ്ഥലമാണെങ്കിലും അപ്പവും അറിവണയും വിതരണം ചെയ്ത സ്ഥലമാണെങ്കിലും അതൊക്കെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പണിയണം എന്നുള്ളത്. അതേപോലെ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഗണപതി കോവിലിലേക്കുള്ള ഒരു സുരക്ഷാ ഇടനാഴി, ഒരു സുരക്ഷാ പാലം നിർമ്മിക്കണം. 2018 ഫ്ലഡ് നമ്മുടെ മുന്നിൽ നൽകുന്ന ഒരു വലിയ പാഠമാണ്. അതിനു വേണ്ടി വരുന്ന ചെലവ് 50 കോടി രൂപ ചെലവിൽ അങ്ങനെ ഒരു പാലം ഈ പമ്പയ്ക്ക് കുറുകെ നിർമ്മിക്കണം. ഏതെങ്കിലും തരത്തിൽ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഭക്തർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല, അവരെ തിരിച്ചു കൊണ്ടുവരണം. ഇതൊക്കെ വളരെ പോസിറ്റീവായ ക്രിയേറ്റീവായിട്ടുള്ള സജഷൻസാണ്. ഇതൊക്കെ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി വരുന്നതാണ്. പക്ഷേ അവിടെ ഏതെങ്കിലും അയ്യപ്പ ഭക്തരെ
ഉദാഹരണത്തിന് പറയുകയാണ്, അങ്ങനെ വരുന്നത് കൊണ്ട് ഇന്ന തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ വന്നിരിക്കുന്ന ഒരാൾ പോലും ഈ നിർദ്ദേശത്തോട് വിയോജിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ആസൂത്രണമില്ലാതെ നിർമ്മിച്ച സന്നിധാനത്തെ എല്ലാ കെട്ടിടങ്ങളും പൊളിക്കണം. കാൽനടയായി തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വഴിയിലൂടെയുള്ള ട്രാക്ടർ, ഡോളി, ആംബുലൻസ് യാത്ര ഒഴിവാക്കണം. സന്നിധാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കണം. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതൊന്നും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാതെയാണോ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണത്. കാരണം ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. സന്നിധാനത്തെ ഭസ്മക്കുളം അത് കൂടുതൽ വൃത്തിയാക്കണം, കൂടുതൽ മലിനമാകാതെ സൂക്ഷിക്കണം. മരക്കൂട്ടത്തിനും സന്നിധാനത്തിനും മധ്യയുള്ള ക്യൂ കോംപ്ലക്സുകൾ തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പുനഃക്രമീകരിക്കണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വരുന്ന വിഷയങ്ങളാണ്. കാരണം ഈ ഏറെ മണിക്കൂറുകൾ അവിടെ നിന്ന് ക്യൂ നിന്ന് ബുദ്ധിമുട്ടുന്ന ഭക്തർക്ക് അവരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ്. 30,000 തീർത്ഥാടകർക്ക് മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കാനുള്ള പ്രത്യേക സ്ഥലം ഒരുക്കണം, സ്റ്റാമ്പേഡ് ഒഴിവാക്കാൻ വേണ്ടി. അതേപോലെ പമ്പയുടെ കാര്യത്തിൽ പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലിലേക്ക് സുരക്ഷാപാത നിർമ്മിക്കണം. നിലയ്ക്കലിലാണെങ്കിൽ താമസ സൗകര്യങ്ങൾ, ശുചിമുറി, ആശുപത്രി, പാർക്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് തുടങ്ങി നീണ്ട നിർദ്ദേശങ്ങളാണ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് തന്നെ വന്നത്. ഇതിനോടൊക്കെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താ? ഇന്ന് പ്രതിപക്ഷം ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? പ്രതിപക്ഷം ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇതിനോട് ഏതെങ്കിലും ഒരഭിപ്രായത്തോട് നാളെ ബദൽ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്ന സംഘപരിവാറിലെ സുഹൃത്തുക്കൾക്ക് വിയോജിപ്പുണ്ടോ? ഇതിലേതെങ്കിലും ഒരു നിർദ്ദേശത്തോട് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിന് വിയോജിപ്പുണ്ടോ? അങ്ങനെ വിയോജിപ്പില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ നിർദ്ദേശങ്ങൾ അവിടെ വന്നു എന്നതല്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്? ഞാൻ എങ്ങനെയാണ് അതിനെ കാണാൻ ശ്രമിക്കുന്നത്? എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള വിജയം? പ്രത്യക്ഷത്തിലുള്ള വിജയം അവിടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. അത് നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി വരികയും 18 അംഗ ഒരു കമ്മിറ്റി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആത്മീയ ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണം കുംഭമേള മോഡലിലുള്ള ഒരു ബ്രാൻഡിംഗ് വേണം എന്നാണ് പറയുന്നത്. അത് അവിടെ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സജഷനാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഉത്തർപ്രദേശ് ഒരു കുംഭമേള കൊണ്ട് തന്നെ അത് ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന് എങ്ങനെയാണ് സഹായിച്ചത്, അതിനെ എങ്ങനെയാണ് ഇന്റർനാഷണലി അത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ മണ്ഡല മകരവിളക്ക് കാലം ബ്രാൻഡ് ചെയ്യണമെന്നുള്ള നടപടികൾ സ്വീകരിക്കണം. കുംഭമേള വാരണാസിയിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം സജീവമായിരുന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുകളും വീഡിയോകളും സഹായിച്ചു. അങ്ങനെയുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്തുണ്ടാവണം. കാരണം തത്വമസി എന്നൊരു ആശയത്തെ ലോകത്തിന് മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം. അതുപോലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗങ്ങളിലെ ആരാധനാലയങ്ങൾ കൂടി ഉൾപ്പെടുന്ന ശബരിമലയിൽ എത്തുന്ന ടൂറിസം സർക്യൂട്ടിന് രൂപ നൽകണം. പ്രതിപക്ഷം ഇത് എതിർക്കില്ലല്ലോ. ഇത് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ എതിർക്കുമോ? ശബരിമലയിൽ ലഭിക്കുന്ന സേവനങ്ങളെ പറ്റി ക്യാമ്പയിൻ വേണം, ലോക്കൽ ഗൈഡുകൾ വേണം, മറ്റു സംസ്ഥാനങ്ങളിലെ രാജ്യങ്ങളിലും ശബരിമലയെ പരിചയപ്പെടുത്തും. ഇതൊന്നും ആർക്കും വിയോജിപ്പില്ലാത്ത പോസിറ്റീവായ നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് പരാജയമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂന്നാമത്തത്, ആൾക്കൂട്ട നിയന്ത്രണത്തിന് വേണ്ടി ഡ്രോൺ മുതൽ AI വരെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ക്യൂവിൽ നിൽക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാവുന്ന പക്ഷം ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ വളരെ ശാസ്ത്രീയമായിട്ട് കടത്തിവിടാൻ കഴിയണം. ഇപ്പോൾ നിലവിൽ നിലയ്ക്കലിൽ 10,000 വാഹനങ്ങൾക്ക് മാത്രമേ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉള്ളെങ്കിൽ പോലും 60,000-ഓളം വാഹനങ്ങൾ അവിടെ വന്ന് പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് മാറാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 3 സെഷനുകളിലായിട്ട് നടന്നത്. ഞാനിതിൻ്റെ കണ്ടന്റാണ് പ്രധാനമായിട്ടും നോക്കിയത്. ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ഈ 3 പ്രധാനപ്പെട്ട ചർച്ചാവേദികളിലും ഉരുത്തിരിഞ്ഞത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ്. ആ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോട് പ്രതിപക്ഷത്തിന് വിയോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഘപരിവാറിലെ ഏതെങ്കിലും അല്ലെങ്കിൽ BJPക്ക് വിയോജിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോള അയ്യപ്പ സംഗമം ഒരു വിജയമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. എന്നാൽ അതേസമയം അതൊരു ലോകപ്രശസ്ത വിജയമാണോ, ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടം കൊണ്ടുണ്ടാക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. അതിന് ആ അർത്ഥത്തിൽ നമ്മൾ എക്സാജറേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷേ അതൊരു നല്ല തുടക്കമാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാനും കരുതുന്നു. അതുകൊണ്ട് ഞാനതിനെ അനുകൂലിക്കുകയാണ്. അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇനി 18 അംഗ കമ്മിറ്റിക്ക് നടപ്പാക്കാൻ സാധിച്ചാൽ ശബരിമലയുടെ മുഖം മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. Meet the editors.